യുഡിഎഫിന് കുരുക്കായി മുസ്ലിം ലീഗ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ രഹസ്യ കൂടിക്കാഴ്ച. പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഇ.ടി. മുഹമ്മദ് ബഷീറും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കൊണ്ടോട്ടിയിലെ ഹോട്ടൽ ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കെ.ടി. സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, ഇതിനോടകം വലിയ ചലനങ്ങളും വലിയ പ്രതികരണങ്ങളും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനന്തു, ബുധനാഴ്ച രാത്രിയാണ് 8 മണിയോടെയാണ് കൊണ്ടോട്ടിയിലെ KTDC ടാർമറന്റ് ഹോട്ടലിൽ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത്. SDPI സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഫൈസിയും പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് നസറുദ്ദീൻ എളമരവുമാണ് മുസ്ലിം ലീഗ് നേതാക്കളായ ഇ.ടി. മുഹമ്മദ് ബഷീറും പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇത് നിഷേധിക്കുകയായിരുന്നു. ഈ വാർത്തയോട് പ്രതികരിക്കാൻ തന്നെ നേതാക്കൾ തയ്യാറായിരുന്നില്ല. ഇന്നലെ ഈ വാർത്ത, ഈ ദൃശ്യങ്ങൾ, 1 മണിക്കൂറോളം നീണ്ട ചർച്ചയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് മുസ്ലിം ലീഗിനെ വെട്ടിലാക്കിയിരുന്നു. ഇന്ന് നേതാക്കൾ പ്രതികരിച്ചത് ഇത് യാദൃച്ഛികമായ കൂടിക്കാഴ്ചയാണ് എന്നായിരുന്നു മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രതികരണം. പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഇ.ടി. മുഹമ്മദ് ബഷീറും സമാന രീതിയിലാണ് പ്രതികരിച്ചത്. എന്നാൽ ഇത് രാഷ്ട്രീയ കൂടിക്കാഴ്ചയായിരുന്നുവെന്നും രാഷ്ട്രീയ കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്നും തെരഞ്ഞെടുപ്പിൽ സഹായം അഭ്യർത്ഥിച്ചെന്നും SDPI സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഫൈസി പറഞ്ഞു. ഇതോടെ ലീഗ് നേതൃത്വം വെട്ടിലായി. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള ചർച്ചകൾ സാധാരണമാണെന്നും ഇനിയും ചർച്ചകൾ ഉണ്ടാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് മുസ്ലിം ലീഗിൽ ഇത്തരം സംഘടനകൾക്കെതിരെ വലിയ തോതിൽ പ്രസംഗിക്കുന്ന KM ഷാജിയും MK മുനീറുമെല്ലാം അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പാണക്കാട് ഹൈദരലി തങ്ങളുമായി ഇക്കാര്യത്തിൽ കൂടിക്കാഴ്ച നടത്തി. എന്നാൽ ഇ.ടി. ഇക്കാര്യത്തിൽ നൽകിയ വിശദീകരണം തൃപ്തികരമാണ് എന്നായിരുന്നു സാദിഖ് അലി തങ്ങളുടെ ഒരു പ്രതികരണം. ഇത് യാദൃച്ഛികമായ കൂടിക്കാഴ്ചയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും 1 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് കൊണ്ടോട്ടിയിലെ ഹോട്ടലിൽ നടന്നത്. പൊന്നാനി ഒരു ബാലികേറാമലയായി മുസ്ലിം ലീഗിന് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ച് ജയിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇത് മുസ്ലിം ലീഗിന് വലിയ തിരിച്ചടി. ഇത് നേതാക്കളെല്ലാം പ്രതിരോധത്തിലായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അനന്തു, വ്യക്തമാണ്. കെ.ടി. സ്വാലിഹാണ് മലപ്പുറത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. 4 വോട്ടിനു വേണ്ടി UDF വർഗീയതയെ പ്രീണിപ്പിക്കുന്നുവെന്നതിന്റെ തെളിവാണ് SDPI ലീഗ് കൂടിക്കാഴ്ചയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. ലീഗ് SDPI രഹസ്യബന്ധം തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. CCTV ഒക്കെ ഉള്ളതുകൊണ്ടും സമയം രേഖപ്പെടുന്നതുകൊണ്ടും എല്ലാവരും കൂടി ഒന്നിച്ചവിടെ മുറിയിലെത്തിപ്പെട്ടത് ഒരു രേഖയായി മാറി. അപ്പോൾ അവർ ചർച്ച നടത്തിയില്ല എന്ന് പറയുന്നത്. പിന്നെ എന്ത് കാര്യത്തിന് അവരെല്ലാവരും കൂടി ഒത്തുകൂടിയത്? അപ്പോൾ തെരഞ്ഞെടുപ്പിലുള്ള ധാരണയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. ഇതാണ് പ്രശ്നം. ഈ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാവണം. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ആ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചാലേ മതനിരപേക്ഷത നമുക്ക് സംരക്ഷിക്കാനാവും. 4 വോട്ടിനു വേണ്ടി വർഗീയതയെ പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. നിർഭാഗ്യവശാൽ UDF അതാണ് സ്വീകരിച്ചു വരുന്നത്. ഒരു പാഠവും ഈ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നില്ല എന്നുള്ളതാണ് UDFന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥ. ലീഗ് SDPI കൂട്ടുകെട്ട് അപകടകരമെന്ന് കോടിയേരി. പരാജയ ഭീതിയിൽ ധാരണയുണ്ടാക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത്. വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം. മാധ്യമപ്രവർത്തകരുടെ ജാഗ്രത കൊണ്ടാണ് വിഷയം പുറത്തു വന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. SDPI ചില മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് മറിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ SDPIയും ലീഗും തമ്മിൽ ധാരണയുണ്ടാക്കിയത് എന്നുള്ളതാണ് അനുമാനിക്കേണ്ടത്. ഈ കൂട്ടുകെട്ട് അപകടകരമായിരിക്കും. SDPIയുമായി ലീഗ് കൂട്ടുകൂടുന്നതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് എന്ന് കോൺഗ്രസിൻ്റെ KPCC നേതൃത്വം വ്യക്തമാക്കണം. UDFും ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. പരാജയ ഭീതിയിൽ നിന്ന് അവർ RSSുമായിട്ടും കേരളത്തിൽ ധാരണയുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. മുസ്ലിം ലീഗും SDPIയുമായി കാലങ്ങളായി രഹസ്യധാരണയുണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. അതിനു തെളിവാണ് കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയെന്നും അദ്ദേഹം പ്രതികരിച്ചു. കഴിഞ്ഞ തവണ P.K. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ SDPI മത്സരിക്കാതിരുന്നതും ഇതിന്റെ തെളിവാണ്. പിന്നാമ്പുറത്ത് മതനിരപേക്ഷത പറയുന്ന ജനാധിപത്യ പാർട്ടികളുടെ തനി നിറം പുറത്തു വന്നിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൈരളി പീപ്പിൾ TVയുടെ അന്യോന്യം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കാനം രാജേന്ദ്രൻ. ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്ന ഒരു സംഭവവികാസം, കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാക്കളും SDPI നേതാക്കളും കൂടി ഒരു
രഹസ്യമായ ഒരു കൂടിക്കാഴ്ച നടത്തി അതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ ഞങ്ങളടക്കം ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവത്തോട് എങ്ങനെ പ്രതികരിക്കണം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഹിന്ദു വർഗീയതയെ ചെറുക്കാൻ ന്യൂനപക്ഷം വർഗീയമായി സംഘടിക്കലല്ല ശരി എന്ന നിലപാടാണ് CPIയും CPMും എല്ലാം എടുത്തിട്ടുള്ളത്. അതും മതനിരപേക്ഷ ശക്തികളെ ശക്തിപ്പെടുത്തുക വഴി മാത്രമേ ഈ ഹിന്ദു വർഗീയതയെ നമുക്ക് ചെറുക്കാൻ കഴിയുള്ളൂ. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ ആ ചെറുത്തുനിൽപ്പ് പോരാ എന്നതിൻ്റെ പേരിലാണ് വിവിധ മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഇടക്കാലത്ത് വന്നത്. അത് 92 ശേഷമാണ്, ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ട്രെൻഡ് ഇന്ത്യയിലുണ്ടായത്. അത് തീവ്രവാദത്തിൻ്റെ അതിര് കിടക്കുന്ന ഘട്ടത്തിലേക്ക് പോയി. പക്ഷേ അവരുമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല, ഞങ്ങൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞ ലീഗ് കർട്ടന് പിന്നിൽ അവരുമായിട്ട് സൗഹൃദം പങ്കുവച്ചിരുന്നു എന്ന് നിരവധി സന്ദർഭങ്ങളിൽ നമുക്കറിയാം. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ യാദൃശ്ചികമല്ല ഇവരാരും അവിടെ മത്സരിക്കാതിരുന്നത് എന്നിപ്പോൾ മനസ്സിലായല്ലോ, യാദൃശ്ചികമല്ല ആ സംഭവം. അപ്പോൾ ഇത്തരം ചില ബന്ധങ്ങൾ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിക്കാൻ വേണ്ടി മതനിരപേക്ഷത പുറത്തു പറയുകയും പിന്നിൽ ഈ പ്രവർത്തനം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ജനാധിപത്യ പാർട്ടികളുടെ മുഖം ഇപ്പോൾ അത് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. SDPIയുമായി രഹസ്യ ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. കൂടിക്കാഴ്ച യാദൃശ്ചികം മാത്രമെന്നും SDPIയുമായി യാതൊരു സഹകരണത്തിനും ലീഗ് ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതായത് ഗസ്റ്റ് ഹൗസിൽ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ് അദ്ദേഹം. ആ സമയത്ത് അവർ അവിടെ ഉണ്ടായതാണ്. അവർ യാതൊരു വിധ രഹസ്യ ചർച്ചയും അതിനത്തിലെ പൊതു സ്ഥലമാണെന്നുള്ള നിലയിൽ കിട്ടിയത് നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. രഹസ്യ ചർച്ചയിൽ UDF കൺവീനർ ബെന്നി ബഹനാൻ പങ്കെടുത്തുവെന്ന് PV അൻവർ. ലീഗ് SDPI കൂടിക്കാഴ്ച UDFന്റെ അറിവോടെയാണ്. ചർച്ചയിലൂടെ പുറത്തുവന്നത് ലീഗിന്റെ വർഗീയ മുഖം. ലീഗിന് SDPIയുമായുള്ളത് നിരന്തര ബന്ധമാണ്. പകൽ ശത്രുക്കൾ രാത്രിയിൽ ബന്ധം പകൽ ശത്രുക്കളായവർ രാത്രിയിൽ ബന്ധം പുലർത്തുന്നവരെന്നും PV അൻവർ പറഞ്ഞു. തെളിവുകൾ UDF മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം തന്നെയാണ് അവിടെ ചർച്ച നടന്നിട്ടുള്ളത്. UDF കൺവീനർ ബെന്നി ബഹനാൻ വഴിയിൽ വാഹന തടസ്സമുണ്ടായി എത്താൻ വൈകിയതാണ്. ഈ ചർച്ച കഴിഞ്ഞ് വളരെ വൈകി അദ്ദേഹം വന്ന് ഈ പറയുന്ന KTDCയുടെ ടാമറിൻഡ് ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. വഴിയിൽ കുടുങ്ങിയ അദ്ദേഹവുമായി ഈ ചർച്ചയിൽ അവർ ടെലിഫോണിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ചർച്ച ഇന്നലെ അവിടെ പൂർത്തീകരിച്ചു എന്ന കാര്യം വളരെ വാസ്തവമാണ്. ഇപ്പൊ ഫൈസി പറയുന്നത് 2 രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സംസാരിച്ചാൽ അതിലെന്താണ് തെറ്റ് എന്നാണ് ചോദ്യം. SDPI ഏറ്റവും വലിയ വർഗീയ കക്ഷിയാണ് എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗും പലപ്പോഴും പല ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. അത് പറയുകയും ആളുകളുടെ മുമ്പിൽ ആ രീതിയിൽ കാണിക്കുകയും ഞങ്ങൾ അവർക്ക് എതിരാണെന്ന് പറയുകയും രാത്രിയിൽ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും വോട്ട് മറിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം രൂപീകരിക്കുകയും അവരുടെ സ്ഥാനാർത്ഥി SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊന്നാനിയിൽ. SDPI ലീഗ് കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച കോൺഗ്രസ് നേതാവ് K സുധാകരൻ. SDPIയുടെ വോട്ട് വേണമെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു. SDPI അടക്കം ആരുടെ വോട്ടും സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ആ ദൃശ്യങ്ങളൊക്കെ എത്രമാത്രം വസ്തുനിഷ്ഠമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു സ്ഥാനാർത്ഥി ആരുടെ വോട്ടും നിഷേധിക്കാറില്ല. എനിക്ക് CPM-കാർ വോട്ട് ചെയ്യാറുണ്ടല്ലോ, എനിക്ക് BJP-കാർ വോട്ട് ചെയ്യാറുണ്ട്, എനിക്ക് SDPI-കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പാർട്ടിക്കാരും വോട്ട് ചെയ്യും, ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. വോട്ടിന് നിരോധനം കൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലി നമുക്കില്ല. UDFന്റെ സ്ഥാനാർത്ഥിക്ക് ആർക്കൊക്കെ വോട്ട് ചെയ്യാം, ആ വോട്ടെല്ലാം ഞങ്ങൾ സ്വീകരിക്കും എന്നൊന്നുമില്ല. SDPI എന്ന നിലക്കല്ല, എല്ലാവർക്കും ഒരു വോട്ടുണ്ട്. കള്ളനും കൊള്ളക്കാരനും കപ്പിത്താനും മുങ്ങിത്തപ്പനും എല്ലാ ആളുകൾക്കും ഒരു വോട്ടുണ്ട്. ആ വോട്ടാണ് നമ്മളെ ആവശ്യം. വി ആർ നോട്ട് കൺസിഡറിങ് ഇൻഡിവിജ്വൽസ്. പാർട്ടി എന്ന നിലക്കുള്ള ഒരു പിന്തുണ ഞങ്ങൾ ആരും വാങ്ങുന്നില്ല. പാർട്ടി എന്ന നിലക്ക് ആണല്ലോ അവർ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്. വ്യക്തികളാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ വോട്ട് വാങ്ങുക എന്നുള്ളത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. ആ വോട്ട് വേണ്ട എന്ന് പറയുന്നതൊന്നും ജനാധിപത്യമല്ല. എല്ലാ ജനങ്ങളുടെ വോട്ടും വാങ്ങാൻ സ്ഥാനാർത്ഥികൾക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത ഞങ്ങൾ നിറവേറ്റും. ലീഗ് SDPI കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാകാതെ UDF കൺവീനർ ബെന്നി ബഹനാൻ. താനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു എന്ന ആരോപണത്തിനും മറുപടി പറയുന്നില്ലെന്നും ബെന്നി ബഹനാൻ അറിയിച്ചു. ആരോപണം ഉന്നയിച്ച PV അൻവറിന് സമനില തെറ്റിയിരിക്കുകയാണെന്നും ബെന്നി ബഹനാൻ പ്രതികരിച്ചു. അൻവറിന് സമനില തെറ്റിക്കാണും. സമനില തെറ്റിയ അഭിപ്രായം എന്നവർക്ക് മറുപടി ഞാൻ ആഗ്രഹിക്കുന്നില്ല.
എന്നെ സംബന്ധിച്ചിടത്തോളം നേർവഴിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നതിനാണ്. ഞാൻ വളഞ്ഞു കെട്ടാനും വളച്ചു പിടിക്കാനും ഞാനില്ല. അതെല്ലാം ഓരോരുത്തരുടെ രാഷ്ട്രീയ സംസ്കാരമാണ്. പിന്നെ ഇത്തരം അല്പത്തരമാണ് ഈ പറയുന്നത്. അല്പത്തരത്തിന് മറുപടി പറയാനുള്ള രാഷ്ട്രീയ സദാചാരബോധം എന്നെ അനുവദിക്കാത്തതുകൊണ്ട് ഞാനതിന് മറുപടി പറയുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്കായി കോൺഗ്രസിൽ മാരത്തോൺ ചർച്ചകൾ തുടരുന്നു. ദില്ലിയിൽ തിരക്കിട്ട ചർച്ച. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ വെവ്വേറെ ചർച്ച നടത്തി. ഇടുക്കി, വടകര സീറ്റുകൾ കോൺഗ്രസിന് തന്നെ, മറ്റാർക്കും നൽകേണ്ടതില്ലെന്നും ധാരണയുണ്ടായി. കോൺഗ്രസിന്റെ ഒരു സീറ്റും ആർക്കും നൽകില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പരമാവധി സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മാത്രമേ രാഷ്ട്രപതി സർക്കാർ രൂപീകരണത്തിനായി ക്ഷണിക്കുകയുള്ളൂവെന്നും മുല്ലപ്പള്ളി പ്രതികരിച്ചു. കോട്ടയം, വടകര സീറ്റുകളിൽ പൊതു സ്വതന്ത്രരെ മത്സരിപ്പിക്കുമോ എന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി. എനിക്കറിയില്ല, എനിക്ക് അതേക്കുറിച്ച് അറിയില്ല. അത് മുസ്ലിം ലീഗിനോട് ചോദിക്കണം. ഞാൻ എങ്ങനെയാണ് പറയാ? എനിക്ക് ഒരു പ്രതികരണം ഈ കാര്യത്തിൽ പറയാനില്ല. മുസ്ലിം ലീഗുമായിട്ട് നിങ്ങൾ ആദ്യം ഈ കാര്യം നിങ്ങൾ ചർച്ച ചെയ്യുക. മുസ്ലിം ലീഗിന്റെ പ്രതികരണം വന്ന ശേഷം നമുക്ക് സംസാരിക്കാം. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് നാളെ വൈകിട്ട് തീരുമാനമാകുമെന്ന് PJ ജോസഫ്. ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം തൊടുപുഴയിൽ പ്രതികരിച്ചു. നാളെ വൈകുന്നേരം വരെ കാത്തിരിക്കുക. അപ്പൊ ഇന്ന് വൈകുന്നേരം അല്ല സാറ് പറഞ്ഞിരുന്ന? അപ്പൊ നാളെ പറയുള്ളോ? നാളെ തീരുമാനമാവും സാറേ. വീണ്ടും പ്രതീക്ഷകൾ ഇപ്പോഴും കൈവിട്ടിട്ടില്ല. പ്രതീക്ഷ ഉണ്ടോ സാറേ? ഇടുക്കിയിലാണ് സാറ് മത്സരിക്കുന്നത്. ഇടുക്കി പൊതു സ്വതന്ത്രനാവോ സാറേ? മറ്റു വാർത്തകൾ കൂടി നോക്കാം. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം S ശ്രീശാന്തിന് BCCI ഏർപ്പെടുത്തിയ ആജീവനാന്ത വിലക്ക് സുപ്രീം കോടതി നീക്കി. അച്ചടക്ക നടപടിയും ക്രിമിനൽ കേസും രണ്ടാണെന്ന് നിരീക്ഷിച്ച കോടതി ശ്രീശാന്തിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കാൻ തയ്യാറായില്ല. ശ്രീശാന്തിന്റെ ഭാഗം കേട്ട് 3 മാസത്തിനകം ശിക്ഷാ കാലാവധി പുനർപരിശോധിക്കണമെന്ന് BCCIയോട് സുപ്രീം കോടതി ഉത്തരവിട്ടു. കോടതി വിധി സ്വാഗതാർഹവും ഏറെ പ്രതീക്ഷയുള്ളതും ആണെന്ന് ശ്രീശാന്ത് പീപ്പിൾ TVയോട് പ്രതികരിച്ചു. 2013 IPL ഒത്തുകളി കേസിനെ തുടർന്നാണ് BCCI ശ്രീശാന്തിന് ആജീവനാന്ത വിലക്കേർപ്പെടുത്തിയത്. എന്നാൽ വാതുവയ്പ് ആരോപണത്തിൽ ദില്ലി പാട്ടിൽ ഹൌസ് കോടതി 2015 ജൂലൈ 25 ശ്രീശാന്തിനെ വെറുതെ വിട്ടെങ്കിലും വിലക്ക് നീക്കാൻ BCCI തയ്യാറായിരുന്നില്ല. പോലീസ് ഹാജരാക്കിയ തെളിവുകൾ അപര്യാപ്തമാണെന്ന് കണ്ട കോടതി കുറ്റപത്രം റദ്ദാക്കുകയും എല്ലാ പ്രതികളെയും വെറുതെ വിടുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ 2015 അനുകൂല വിധിയുണ്ടായിട്ടും ശ്രീശാന്തിനെതിരെ BCCI ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. BCCIയുടെ വിലക്ക് പിൻവലിച്ച സുപ്രീം കോടതി ശ്രീശാന്തിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയിട്ടില്ല. അച്ചടക്ക നടപടിയും ക്രിമിനൽ കേസും രണ്ടാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. 3 മാസത്തിനകം എന്ത് ശിക്ഷയാണ് ശ്രീശാന്തിന് നൽകുന്നതെന്ന് തീരുമാനിക്കണമെന്ന് BCCIയോട് സുപ്രീം കോടതി ഉത്തരവിട്ടു. BCCIയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നുമായിരുന്നു വിധിക്ക് ശേഷം ശ്രീശാന്തിന്റെ പ്രതികരണം. ശിക്ഷാ കാലാവധി എത്ര തന്നെയാണെങ്കിലും അത് പിന്നിട്ട് കഴിഞ്ഞെന്നും ശ്രീശാന്ത് കൂട്ടിച്ചേർത്തു. 90 ഡേയ്സ് കൊടുത്തിട്ടുണ്ട് BCCIക്ക്. പക്ഷേ ലൈഫ് ബാൻ മാറി. അപ്പോൾ ഇനി എന്തായാലും ലൈഫ് ബാൻ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും 6 വർഷം എടുത്തു. പക്ഷേ എങ്കിലും പേഷ്യൻ്റോട്ട് വെയിറ്റ് ചെയ്തു. പ്ലസ് കേരള ക്രിക്കറ്റ് നല്ലോണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഫ്യൂച്ചറിൽ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഡിഫിക്കൽട്ട് കോമ്പറ്റീഷനാണ്. ഒരു 3 മാസത്തിനുള്ളിൽ വീണ്ടും എക്സാക്ട്ലി സീസൺ തുടങ്ങുമ്പോൾ പെർമിഷൻ കിട്ടും തോന്നുന്നു. ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ, KM ജോസഫ് എന്നിവരുടെ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്. സുപ്രീം കോടതി വിധി കേരള ക്രിക്കറ്റ് അസോസിയേഷനും സ്വാഗതം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശ്രീശാന്തിന്റെ ആജീവനാന്ത വിലക്ക് നീക്കിയതിൽ സന്തോഷമെന്ന ഭാര്യ ഭുവനേശ്വരി കുമാരി. BCCI നീതി നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീശാന്ത് ക്രിക്കറ്റിലേക്ക് മടങ്ങി വരും എന്നാണ് വിശ്വാസമെന്നും ഭുവനേശ്വരി കുമാരി കൊച്ചിയിൽ പ്രതികരിച്ചു. The ban has been revoked and I really hope that BCCI does the justice and they've been asked 3 months time to hear Srishant and again decide on the quantum of the punishment. So I hope they do the justice. If BCCI allows, yes, I think he's very fit and he keeps practicing. So yes, I'm very sure he will make a comeback. ഓരോ മണ്ഡലത്തിലെയും 50% VVPAT എണ്ണണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ചു. ചന്ദ്രബാബു നായിഡു, അരവിന്ദ് കെജ്രിവാൾ, KC വേണുഗോപാൽ തുടങ്ങി 21 നേതാക്കളാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് മാർച്ച് 25-ന് ഹർജികളിൽ വാദം കേൾക്കും. നിലവിൽ ഒരു മണ്ഡലത്തിലെ ശരാശരി 0.44
ശതമാനം വിവിപാറ്റ് രസീതുകൾ മാത്രമാണ് എണ്ണുന്നത്. ഇത് 50% ഉയർത്തണം എന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലെ മാനദണ്ഡ പ്രകാരം നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഒരു മണ്ഡലത്തിലെ ഒരു ബൂത്തിലെ വിവിപാറ്റ് രസീതുകൾ മാത്രമേ എണ്ണുകയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും ഒരു ബൂത്തിലെ വിവിപാറ്റ് രസീതുകൾ എണ്ണും. യാദൃശ്ചികമായി തെരഞ്ഞെടുക്കുന്നത് ആണ് ഈ ബൂത്തുകൾ. പരാജയ ഭീതി പൂണ്ട കോൺഗ്രസും ലീഗും ജെയ്ഷെ മുഹമ്മദുമായും ചർച്ച നടത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി പറഞ്ഞു. സർക്കാർ ഹോട്ടലിൽ നടന്ന ലീഗ് SDPI ചർച്ച തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയ ചർച്ച പാടില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ചട്ടം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ LDF പരാതി നൽകും. ജോസഫിനെ കുഴിയിൽ ചാടിച്ചത് കോൺഗ്രസാണ്. ബംഗാളിൽ BJPയിൽ ചേർന്ന MLA നേരത്തെ CPIM പുറത്താക്കിയതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും കോൺഗ്രസും വേണമെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടനക്കാരുമായിട്ടും വേണമെങ്കിൽ മുന്നണി ഉണ്ടാകും. അത്രയും പരാജയ ഭീതിയിലാണ് കേരളത്തിലെ UDF എന്നുള്ളതിന്റെ തെളിവാണ് SDPIയുമായി മുന്നണി ഉണ്ടാക്കാനുള്ള അവരുടെ തീരുമാനം. സർക്കാർ അധീനതയിലുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന ഇലക്ഷൻ കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ് ഇന്നലെ KTDC സ്ഥാപനത്തിൽ നടത്തിയിട്ടുള്ള ഈ കൂടിയാലോചന. ചർച്ച നടത്തി എന്നുള്ളത് SDPI നേതാക്കന്മാർ സമ്മതിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പേരിൽ ഈ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ലീഗ് നേതാക്കന്മാർക്കെതിരെ ചട്ടലംഘനത്തിന്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ കേസെടുക്കണം. അവർക്കെതിരായുള്ള പരാതി ഇലക്ഷൻ കമ്മീഷന് ഈ യോഗം സംബന്ധിച്ച് LDF നൽകും. കരമന അനന്തു കൊലപാതകത്തിൽ 7 പ്രതികൾ കൂടി അറസ്റ്റിൽ. 13 പ്രതികളുള്ള കേസിൽ ശേഷിക്കുന്ന ഒരാളെ ഉടൻ പിടികൂടുമെന്ന് കമ്മീഷണർ K. സഞ്ജയ് കുമാർ അറിയിച്ചു. ശ്രീവരാഹത്ത് കൊല്ലപ്പെട്ട DYFI നേതാവ് മണിക്കുട്ടന്റെ കൊലപാതകത്തിലെ പ്രധാന പ്രതി അർജുന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. തിരുവനന്തപുരത്തെ കഞ്ചാവ് മാഫിയയ്ക്കെതിരെ പ്രത്യേക പരിശോധനയും പോലീസ് ആരംഭിച്ചു. കരമന സ്വദേശി അനന്തു ഗിരീഷിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ അനീഷ്, വിഷ്ണു, അഖിൽ, വിനീത്, ഹരി, കുഞ്ഞുവാവ എന്നിവരെ പൂവാറിൽ നിന്നും ശരത്തിനെ ചെന്നൈയിൽ നിന്നുമാണ് ഇന്ന് പോലീസ് പിടികൂടിയത്. ഇതോടെ 13 പ്രതികളുള്ള കേസിൽ 12 പേരും അറസ്റ്റിലായി. കൊലപാതക സംഘത്തിലെ ഉമേഷാണ് ഇനി പിടിയിലാകാനുള്ളത്. ശേഷിക്കുന്ന പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് കമ്മീഷണർ K. സഞ്ജയ് കുമാർ അറിയിച്ചു. പ്രതികളെല്ലാം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ലഹരിക്ക് അടിമകളുമാണ്. ഇവർക്കെതിരെ കൊലക്കുറ്റം തന്നെയാണ് ചുമത്തിയിട്ടുള്ളതെന്നും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ശ്രീവരാഹത്ത് കൊല്ലപ്പെട്ട DYFI നേതാവ് മണിക്കുട്ടന്റെ കൊലപാതകത്തിൽ പ്രധാന പ്രതി അർജുന് വേണ്ടിയുള്ള പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഞ്ചാവ് മാഫിയകൾ തമ്മിലുള്ള അടിപിടി തടയാൻ ശ്രമിച്ചപ്പോഴായിരുന്നു സംഘത്തിലുണ്ടായ അർജുൻ കയ്യിലുണ്ടായിരുന്ന കുപ്പി പൊട്ടിച്ച് മണിക്കുട്ടനെ കുത്തിയത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മണിക്കുട്ടൻ മരണപ്പെട്ടു. സംഘത്തിൽ അർജുനൊപ്പമുണ്ടായിരുന്ന മനോജ്, രജിത് എന്നിവരെ പോലീസ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ അറസ്റ്റ് ചെയ്തിരുന്നു. മണിക്കുട്ടന്റെ സുഹൃത്തുക്കളായ ഉണ്ണിക്കണ്ണൻ, വിമൽ എന്നിവർക്കും കുത്തേറ്റിരുന്നു. ഇവർ ചികിത്സയിലാണ്. കഞ്ചാവ് മാഫിയയുടെ ഇടപെടലുണ്ടായ 2 കൊലപാതകങ്ങളുടെയും പശ്ചാത്തലത്തിൽ മാഫിയയ്ക്കെതിരെ പ്രത്യേക പരിശോധന പോലീസ് ആരംഭിച്ചതായി കമ്മീഷണർ വ്യക്തമാക്കി. ഈ രണ്ടും 2-point അജണ്ട ആണ്. ബേസിക്കലി വൺ ഈസ് ബേസിക്കലി ആന്റി സോഷ്യൽ കർട്ടൽ, രണ്ടാമത്തെ ഡ്രഗ് അബ്യൂസ്. വി വിൽ ബി കണ്ടക്ടിങ് അവർ ഇന്റൻസീവ് ആക്ഷൻ. ഡ്രഗിനെ പറ്റി ടു കർട്ടേൽ ദ സപ്ലൈ സൈഡ്, രണ്ടാമത്തെ ടു കർട്ടേൽ ഓൺ ദ ഡിമാൻഡ് സൈഡ്. 210 സാമൂഹ്യ വിരുദ്ധരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒപ്പം റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലും പരിശോധന ശക്തമാക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തങ്ങളുടെ കന്നി വോട്ട് ഇടതുപക്ഷത്തിനെന്ന ട്രാൻസ്ജെൻഡർ സമൂഹം സ്വന്തം വ്യക്തിത്വത്തിൽ ആദ്യമായി വോട്ട് രേഖപ്പെടുത്താൻ കഴിയുന്നതിന്റെ ആവേശത്തിലാണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ നേതാവായ രഞ്ജുമാർ. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറായ രഞ്ജു തന്റെ വോട്ട് ഇടതു സ്ഥാനാർത്ഥി ഇന്നസെന്റിനാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. വോട്ടവകാശം ലഭിച്ച സാഹചര്യത്തിൽ തങ്ങളുടെ വോട്ട് ആർക്ക് എന്ന കാര്യത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിന് സംശയമില്ല. ട്രാൻസ്ജെൻഡറുകളുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റം വരുത്താൻ കഴിഞ്ഞത് ഇടത് സർക്കാരിനാണെന്ന് അവർ പറയുന്നു. തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇടതു പ്രതിനിധികൾ പാർലമെന്റിൽ എത്തേണ്ടത് അനിവാര്യമാണ്. അതിനാൽ കന്നി വോട്ട് ഇടതുപക്ഷത്തിന് തന്നെയെന്ന് ട്രാൻസ്ജെൻഡർ നേതാവ് രഞ്ജിമാർ പറഞ്ഞു. നമ്മൾക്ക് വേണ്ടിയിട്ട് 2 വാക്ക് സംസാരിക്കാനും ശബ്ദമുയർത്താനും കേന്ദ്രത്തിൽ ആള് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇടതുപക്ഷ സർക്കാർ നേതാക്കന്മാർ വിജയിച്ചു പോകണം. അവർ വിജയിച്ചു പോയാൽ മാത്രമേ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ അവിടെ ആളുണ്ടാവുകയുള്ളൂ. ആർക്ക് വോട്ട് ചെയ്യണമെന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണെങ്കിലും
തങ്ങളുടെ സമൂഹത്തിന്റെ 90% വോട്ടും ഇടതുപക്ഷത്തിനായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും രഞ്ജു പറഞ്ഞു. എറണാകുളം മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി പി രാജീവിനെ കുറിച്ച് രഞ്ജുവിന്റെ പ്രതികരണം ഇങ്ങനെ: എനിക്ക് എറണാകുളത്ത് പി രാജീവിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ വോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രചരണങ്ങളുമായിട്ട് വളരെ സജീവമായി ഞാൻ രംഗത്തുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കണമെന്ന് ട്രാൻസ്ജെൻഡർ സമൂഹത്തോട് ആഹ്വാനം ചെയ്യുകയാണെന്നും രഞ്ജു രഞ്ജിമാർ പറഞ്ഞു. കൊച്ചിയിൽ നിന്നും KM ഉമേഷ്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് പുത്തൻ ആശയങ്ങൾ സമൂഹത്തിന് മുന്നിൽ വയ്ക്കുകയാണ് തൃശൂരിലെ കേച്ചേരി വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. വിവിധ തരം മാലിന്യങ്ങളെ തുടച്ചു നീക്കാനും പാഴായി പോകുന്ന ഊർജ്ജത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുമായി വി ചലഞ്ച് വേസ്റ്റ് ആൻഡ് വേസ്റ്റേജ് എന്ന ആശയം നടപ്പിലാക്കുകയാണ് വിദ്യാർത്ഥികൾ. മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, പൊതുജനങ്ങൾ എന്നിവർക്കും ഈ ചലഞ്ച് ഏറ്റെടുക്കാം. മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്തും പാഴായി പോകുന്ന വസ്തുക്കളെ ഉപയോഗപ്രദമാക്കിയുമാണ് ചലഞ്ച് ഏറ്റെടുക്കേണ്ടത്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ, സിനിമാ താരം ഗിന്നസ് പക്രു തുടങ്ങിയവർ വിദ്യാർത്ഥികളുടെ ആശയത്തിന് പിന്തുണയുമായി എത്തി.